ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ചിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഒന്നും അറിയില്ല എന്താ കൊടുക്കുന്നത്. അവൾക്ക് രാവിലെ ഒന്നും ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ടെമ്പിൾ പോകുമ്പോഴത്തേക്ക് അവളുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ചെറിയ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവളെ ഹാപ്പി ആയിട്ടുണ്ട്. എന്നാലും നമ്മളൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം അവൾക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് നാളെ എന്തായാലും ഹൗസ് വാമിംഗ് അല്ലേ, അതുകൊണ്ട് നിനക്കൊന്നും വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് എന്നാലും ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ അവൾക്കറിയുന്ന എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, കേക്ക് കട്ടിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അവൾക്ക് അറിഞ്ഞ്. അതുപോലെ തന്നെ ഞാൻ അവൾക്ക് ബാർബിൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതും കണ്ടപ്പോൾ അവൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവൾക്ക് എന്താ ഡ്രസ്സ് കാര്യങ്ങൾ എന്താ വാങ്ങിച്ചതെന്ന് അവൾക്ക് അറിയില്ല. എന്തായാലും അവളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഞാനിത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവളെ കാണിച്ചു കൊടുക്കാം. കൂടുതലൊന്നുമില്ല ഈ ഫ്രോക്ക്. ഇത് അവൾ എന്നോട് ഒരു ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കട്ടിലൊന്നും ഇല്ല, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാ. ഹാപ്പി ആയാ? ഹാപ്പി ആയി? ഹാപ്പി ആയാ? എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ? എന്ത് തോന്നുന്നുണ്ട്? ഹാപ്പി സന്തോഷായാ? ഗൈസ്, അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ അവൾക്ക് കേക്ക് കട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം അറിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അവൾക്ക്. അവൾ പ്രതീക്ഷിക്കാത്ത കാര്യം. പിന്നെ ആ ഫ്രോക്ക് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ, അവൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു അവൾക്ക് അതുപോലത്തെ ഫ്രോക്കൊക്കെ വാങ്ങിച്ചിടാൻ ഇഷ്ടമാണ്. പക്ഷേ രാജേട്ടൻ അവളൊരു ജീൻസും ടീഷർട്ടും വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ റിങ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ അവൾക്ക് എന്നല്ല, ഇപ്പോൾ രാജേട്ടനാണെങ്കിലും ആർക്കാണെങ്കിലും അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് അവർക്കും സന്തോഷം. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ചെരുപ്പ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു സൈസ്. അങ്ങനെ ചെരുപ്പ് കറക്റ്റായില്ല. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ചിന്നുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അവൾ തന്നെയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് പിറ്റേന്ന് ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും കൂടി ആയതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവളൊന്ന് ഒരുക്കി വിട്ടിട്ടുണ്ട്. അവളുടെ അവസാനത്തെ ലുക്കിങ് ഇങ്ങനെയായിരുന്നു ഒരുക്കി വിട്ടിട്ട്. അപ്പോൾ എൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ കേക്ക് ബാർബിയുടെ കേക്കായിരുന്നു ഓർഡർ ചെയ്തത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഏകദേശം ഒരു പരിവായിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു ഇവർ പോയി കൊണ്ടുവന്നതും. അത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഹോട്ടലായിരുന്നു കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് കേക്കിന് ഏകദേശം ഒരു ഫാൾട്ടൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ കുട്ടിപ്പട്ടാളം, അതെൻ്റെ ബ്രദറാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കുട്ടിപ്പട്ടാളം ഫുള്ള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോരാൾ വിരലിട്ട് നക്കി തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാവപ്പെട്ടവരുടെ കേക്ക് കട്ടില്ല ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ പാവപ്പെട്ടവരുടെ കേക്ക് കട്ടിങ് ഏകദേശം ഈ രീതിയിലായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അങ്ങോട്ട് തള്ളി പോകും. ഓ ദൈവം എന്ന് ഇതിന് മാറ്റി നിർത്ത്. ആ ദീക്ഷ എന്റെ മകളു രണ്ടാളു. എന്നു പറഞ്ഞ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഋഷിത്ത് ഉണ്ടായി. അതിലൊന്നും ജസ്റ്റ് സൂമായി കളിക്ക് കാണില്ല പോയിടുത്തതോടെ ഇങ്ങോട്ട് വന്ന് വേണോ ദീക്ഷേ. പക്ഷേ ഇത് ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് വലിയ സങ്കടം കേട്ടോ. അത് ആരൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ കയ്യിലുണ്ട്. പക്ഷെ ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
രാജേട്ടൻ അവൾക്കൊരു കാൽ ചെയിൻ വാങ്ങിക്കൊടുത്തു. അവൾക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു എത്ര ഡേറ്റ് 30 ഡേറ്റൊക്കെയാണ്. ഇത് കഴിഞ്ഞത് 16th നൈറ്റാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം വീട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ചിന്നുവിന് സന്തോഷമായി അന്നത്തെ ദിവസം? എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഗായ്സ്. അപ്പോൾ ചിന്നുവിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട് ഗൈസ്. ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് ആൾ ഫുള്ള് ഡല്ലായിട്ട് ഇരിക്കുക. പിന്നെ കയ്യിലൊക്കെ നൈൽസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെയിലി ഉള്ള പരിപാടിയാണ്. ഈ നൈൽസ് റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഡെയിലി ഉള്ള പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് നമ്മുടെ ഒരു വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതല്ല, വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വരും വരെ ടാറ്റാ.